പരസ്പരം പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ മോളെ പേര്? എൻ്റെ പേര് അവന്തിക. ഞാൻ ഇവിടെ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലാണ്. അവന്തിക അല്ലേ? ആ. ഉമയുടെ മോള് ശ്രീനന്ദ. സ്കൂളിൻ്റെ ബാക്കിൽ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. കലാരംഗത്ത് പാട്ട് പാടും, വേറെ അഭിനയം, ഡാൻസ് ചെയ്യും, കലാകാരിയാണ് അല്ലേ? മോള് ദിയ. 8ാം ക്ലാസ് പഠിക്കുന്നു? 9ലേക്ക്. EMS ഗേൾസിലല്ലേ? കലാരംഗത്ത് ഡാൻസ്. മോളെ പേര്? ആവണി. ആ. ഇവളെ വീട്ടിൻ്റെ മുന്നിൽ. എത്രയിലാണ് പഠിക്കുന്നത്? ഇനി 7ലേക്ക്. ഇതേ സ്കൂളിലാണ്? അല്ല, ഇവിടെ ഈ സ്കൂളിൽ തന്നെ. എഴുത്തുകാരിയാണോ? എഴുതലുണ്ട്. ഓ, വളരെ ഗംഭീരം. മോളെ പേര്? ആരാധ്യ. എത്രയിലാണ് പഠിക്കുന്നത്? 8ൽ. ഇക്കൊല്ലം 8ലേക്ക് പോവുക. ഈ സ്കൂളിലാണ് പഠിച്ചത്? കലയായിട്ട് പാട്ട് പാടുകയോ എഴുതുകയോ പ്രസംഗിക്കുകയോ? പാട്ട് പാടും. നന്നായി. സ്കൂളിൽ പഠിച്ച ആളാണ്. എൻ്റെ പാപ്പനശ്ശേരി പഞ്ചായത്ത് ഹൈസ്കൂൾ പഠിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. കഥാപ്രസംഗമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നും പേടിക്കേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലെ ആളുകൾ എന്നുള്ള പോലുള്ള അത്രയും സ്നേഹത്തോടുകൂടി നമുക്ക് സംസാരിക്കാം. ഇത് ഒരു ഔപചാരികമായ അഭിമുഖം ഒന്നും കാണണ്ട. ഇത് സാധാരണ വർത്തമാനം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ അവളോട് നേരത്തെ വേറൊരു കാര്യം ചോദിച്ചില്ല. ഏത് രംഗത്താണ് താല്പര്യം? ഞാൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ വലിയൊരു അഭിനേത്രി അങ്ങനെയൊന്നല്ല. ഇഷ്ടമാണ്, താല്പര്യമുണ്ട്. പക്ഷെ അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ ഇതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ SPC NSS പോലുള്ള സംഘടനകളുടെ എല്ലാം ഭാഗമാകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം വരുന്നത്, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ കഥാപ്രസംഗ കലയെക്കുറിച്ചിട്ട് വലിയ ധാരണകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കഥാപ്രസംഗത്തിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. കഥാപ്രസംഗ കലയുടെ ചരിത്രം അത് കുറച്ച് അധിക സമയം വേണ്ടതാണ്. എന്നാലും വളരെ ചുരുക്കി ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളാരെങ്കിലും കഥാപ്രസംഗം മുതിർന്നവർ അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? കിഴവന് കടൽ, വരരുചി കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ കഥാപ്രസംഗ കലയ്ക്ക് ഒരു ചരിത്രമുണ്ട്. നമ്മുടെ പണ്ടേ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. അത് ഉദാഹരണം പറയാം. നമ്മുടെ ഇല്ലിപ്പുറത്ത് ഒരു നല്ലൊരു ക്ലബില്ല, നല്ലൊരു വായനശാലയില്ല. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് അതൊരു അത്യാവശ്യമായി തോന്നി. അപ്പോൾ ആ ആവശ്യത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മളിന്നിരിക്കുന്ന ഈ ജ്വാല വായനശാല, ഗ്രന്ഥാലയം, അതുപോലെ അതിനു വേണ്ടിയുള്ള ഒരു കെട്ടിടം. അതുപോലെ ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം കേരളത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസവും അനാചാരങ്ങളും നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ഒരുപാട് ജാതികൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളും. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിലേക്ക് ദൂരം നിശ്ചയിച്ചൊരു നാടായിരുന്നു. ഒരു ബ്രാഹ്മണൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ ബ്രാഹ്മണനിൽ നിന്നും 24 അടി ദൂരം മാത്രമേ നായർക്ക് സഞ്ചരിക്കാൻ പറ്റൂ. ആ ബ്രാഹ്മണനിൽ നിന്നും ഏതാണ്ട് 36 അടി ദൂരം മാത്രമേ
ഒരു തീയന് നിൽക്കാൻ വേണ്ടി പറ്റും. ആ ബ്രാഹ്മണനിൽ നിന്നും 64 അടി ദൂരം മാത്രമേ ഒരു പുഴയന് സഞ്ചരിക്കാൻ പറ്റൂ. അതേ ബ്രാഹ്മണനിൽ നിന്നും ഒരു 66 അടി ദൂരെ മാത്രമേ ഒരു പറയന് അല്ലെങ്കിൽ നായാടിക്ക് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരായിട്ട് തെക്കൻ കേരളത്തിൽ ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ, വടക്ക് വാഗ്ബിടാനന്ദ ഗുരുദേവൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യ സമര നേതാക്കൾ AKG, കേളപ്പജി, കൃഷ്ണപിള്ള തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്കെതിരെയൊക്കെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ആ ഒരു കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായ നന്നായി പാട്ടുപാടുന്ന ഒരു നീലകണ്ഠ ഭാഗവതർ, ചേർത്തലയിലുള്ള നീലകണ്ഠ ഭാഗവതർ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ, കുംഭകോണത്തൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഒരു വിശിഷ്ടമായ കലാരൂപത്തെ പരിചയപ്പെടുന്നു. ആ കലാരൂപം ഹരികഥ എന്നാണ് പേര്. ഹരികഥ എന്ന് പറഞ്ഞാൽ, ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു. അപ്പോൾ വിഷ്ണുവിൻ്റെ കഥ, പുരാണ കഥ സംസ്കൃത ശ്ലോകങ്ങളുടെ, ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഹരികഥ. ഈ പാട്ടുകാരനായ നീലകണ്ഠ ഭാഗവതർക്ക് ഹരികഥ വലിയ ഇഷ്ടമായി. തിരിച്ചു വന്ന് ഗുരുദേവനോട് പറഞ്ഞു, ഇങ്ങനെ തമിഴ്നാട്ടിൽ തഞ്ചാവൂരിൽ അതുപോലെ കുംഭകോണത്തൊക്കെ ഞാൻ ഹരികഥ പരിചയപ്പെട്ടു, അങ്ങനെ ഒരു കലാരൂപം അവതരിപ്പിക്കാൻ എനിക്കും താല്പര്യമുണ്ട്. ഗുരുദേവൻ അത് കുമാരനാശാനോട് പറഞ്ഞു. ഗുരുദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് കുമാരനാശാൻ, മഹാകവി കുമാരനാശാൻ. ഗുരുദേവൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കുമാരു, ഗുരുദേവൻ കുമാരനാശാനെ അങ്ങനെ വിളിക്കുക, കുമാരു ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ഹരികഥ രൂപം എഴുതി കൊടുക്കണം. അങ്ങനെ കുമാരനാശാൻ മാർക്കാണ്ഡേയ ചരിതം കേട്ടിട്ടുണ്ടോ? മാർക്കാണ്ഡേയ ചരിതം, മാർക്കാണ്ഡേയ ചരിതം ഹരികഥയായിട്ട് ഈ നീലകണ്ഠ ഭാഗവതർക്ക് എഴുതി കൊടുത്തു. മാർക്കാണ്ഡേയ ചരിതം മൃഗണ്ടു മഹർഷിയുടെ മകനാണ് മാർക്കാണ്ഡേയൻ. ഒരുപാട് വർഷം സന്താനങ്ങളില്ലാതെ വിഷമിച്ച് ഒടുക്കം തപസ് ചെയ്ത് പ്രാർത്ഥിച്ചുണ്ടായ ഒരു മകനാണ് മാർക്കാണ്ഡേയൻ. ആ മാർക്കാണ്ഡേയൻ ജനിക്കുന്നതിന് മുമ്പ് സാക്ഷാൽ ഈ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് മൃഗണ്ടു മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 16 വയസ്സ് വരെ മാത്രം ജീവിക്കുന്ന സൽഗുണസമ്പന്നനായ മകൻ വേണോ, അതല്ല 100 വയസ്സ് വരെ ജീവിക്കുന്ന എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലമായ മകൻ വേണമെന്ന് ഈ മൃഗണ്ടു മഹർഷിയോട് ചോദിച്ചപ്പോൾ മൃഗണ്ടു മഹർഷി പറയുന്നത്, എനിക്ക് 16 വയസ്സ് വരെയുള്ള സൽഗുണസമ്പന്നനായ മകൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പരമശിവൻ്റെ അനുഗ്രഹത്താൽ മാർക്കാണ്ഡേയൻ ജനിക്കുന്നു. 16 വയസ്സാകുമ്പോൾ മരിക്കാനുള്ള സമയമായി. അപ്പോൾ അച്ഛൻ മൃഗണ്ടു മാർക്കാണ്ഡേയനോട് പറയുന്നുണ്ട്, മോനിൽ ഇത്രയേ ആയുസുള്ളൂ. അപ്പോൾ മകനാകെ വിഷമായി. മകൻ പരമേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിവലിംഗത്തിന് മുമ്പിൽ ഇങ്ങനെ മരിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ കാലൻ വന്നിട്ട് ഈ മാർക്കാണ്ഡേയൻ്റെ കഴുത്തിൽ കാലപാശം കുരുക്കാനൊരുക്കും. മാർക്കാണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ശിവലിംഗത്തിനെ അടക്കം, മാർക്കാണ്ഡേയനെ അടക്കം കെട്ടിപ്പിടിച്ച് കാലൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ, കാലൻ കൊണ്ടുപോകാനൊരുങ്ങുമ്പോൾ സാക്ഷാൽ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ മാർക്കാണ്ഡേയൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കുന്നതാണ് ഈ കഥ. ഈ കഥ കുമാരനാശാൻ ഈ നീലകണ്ഠ ഭാഗവതർക്ക് എഴുതി കൊടുത്തു. അങ്ങനെ 1923 നെയ്യാറ്റിൻകരക്കടുത്തുള്ള, കോവളത്തിനടുത്തുള്ള ഒരു കുന്നുംപാറ ശിവക്ഷേത്രത്തിൽ ഈ ഒരു കഥ ഈ നീലകണ്ഠ ഭാഗവതർ ഹരികഥയായിട്ട് മാർക്കണ്ഡേയ ചരിതം അവതരിപ്പിക്കുന്നു. അത് കേൾക്കാൻ കുമാരനാശാൻ, അതുപോലെ ഗുരുദേവൻ്റെ ശിഷ്യരായ ഡോക്ടർ പൽപ്പു, സഹോദരൻ അയ്യപ്പൻ, TK മാധവൻ തുടങ്ങി ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ നീലകണ്ഠൻ്റെ ഈ മാർക്കാണ്ഡേയ ചരിതം ഇഷ്ടമായി. പക്ഷേ ഇന്നത്തെ അന്ധവിശ്വാസവും അനാചാരവും കൊടികുത്തി വാഴുന്നൊരു സമയത്ത് ഇതുപോലെ ഒരു കരിങ്കൽ പ്രതിമ കെട്ടിപ്പിടിച്ച് ആയുസ് നീട്ടിക്കൊടുക്കുന്ന കഥ അന്ധവിശ്വാസത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാനേ
ഉപകരിക്കുമെന്ന് ഗുരുദേവൻ്റെ ശിഷ്യന്മാരെല്ലാം പറയുകയും ഇത് നല്ലൊരു കലാരൂപമാണ്, ഇതിനെ പരിഷ്കരിച്ച് മറ്റൊരു രൂപത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യത്വം വിളംബരം ചെയ്യുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കലാരൂപമായി വളർത്തിയെടുത്താൽ അത് സമൂഹത്തിന് വളരെ ഉപകാരമായി തീരുമെന്ന് ഗുരുദേവൻ്റെ ശിഷ്യന്മാർ ഗുരുദേവനോടും അതുപോലെ ഈ കഥ പറഞ്ഞ നീലകണ്ഠ ഭാഗവതരോടും പറയും. അപ്പോൾ ആ ഇടയ്ക്ക് ഈ കുമാരനാശാൻ 2 മനോഹരങ്ങളായ കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദുരവസ്ഥയും ചണ്ടാളഭിക്ഷുകിയും. ഈ 2 കൃതികളിലും ഇത്തരം ആശയങ്ങൾ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഒക്കെയുള്ള ആശയങ്ങൾ, സ്നേഹത്തിൻ്റെ മഹത്വം, മനുഷ്യത്വത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്ന 2 കൃതികളാണ് ചണ്ടാളഭിക്ഷുകിയും ദുരവസ്ഥയും. അപ്പോൾ ഗുരുദേവൻ്റെ സമ്മതത്തോടു കൂടി കുമാരനാശാൻ ഈ 2 കൃതികളും നീലകണ്ഠ ഭാഗവതരെ ഏൽപ്പിക്കുന്നു. ഇത് പാടി പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയാം. അപ്പോൾ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ ഡോക്ടർ പൽപ്പു, സഹോദരൻ അയ്യപ്പൻ, നീലകണ്ഠ ഭാഗവതർ അതുപോലുള്ളവരൊക്കെ ഈ കലയെ, ഈ ഹരികഥയെ ഒന്ന് പരിഷ്കരിച്ച് രൂപമാക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ ആദ്യം തന്നെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുമാരനാശാൻ്റെ ചണ്ടാളഭിക്ഷുകിയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചണ്ടാളഭിക്ഷുകിക്ക് നീലകണ്ഠ ഭാഗവതരും കുമാരനാശാനൊക്കെ ചേർന്ന് എല്ലാവരും കൂടി ചേർന്ന് ഒരു സ്ക്രിപ്റ്റ്, ഒരു അവതരണ രൂപം നൽകിയാണ്. അപ്പോൾ അവതരണ രൂപം നൽകി അതിന് പാട്ടെഴുതാൻ വേണ്ടിയിട്ട് പണ്ഡിറ്റ് കറുപ്പൻ എന്ന കവി തിലകൻ പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ ഏൽപ്പിക്കുന്നു. കവിതയിലെ പാട്ടുകൾ കൂടാതെ പാട്ടുകൾ പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ എഴുതുന്നു. അപ്പോൾ ഈ പുതിയ കലാരൂപത്തിന് ഒരു പേര് വേണം. അപ്പോൾ ആ പേര് ഇവരെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരുപാട് പേരുകൾ പറഞ്ഞപ്പോൾ തലശ്ശേരിയിലുള്ള ഗുരുദേവൻ്റെ ശിഷ്യൻ, മലയാള ഭാഷയിൽ മഹാപണ്ഡിതനായ CK കുഞ്ഞിരാമൻ എന്നൊരാൾ കഥാപ്രസംഗം എന്നൊരു പേര് നിർദ്ദേശിക്കുന്നു. മറ്റുള്ളവർ കഥാമഞ്ജരി, അതുപോലെ കഥാനിഹാരം തുടങ്ങിയ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ CK കുഞ്ഞിരാമൻ ഈ പേര് പറഞ്ഞപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ പുതുതായി അവതരിപ്പിക്കുവാൻ പോകുന്ന രൂപത്തിന് കഥാപ്രസംഗം എന്ന പേരിടാൻ വേണ്ടി തീരുമാനിക്കും. ഇതേ അവസരത്തിൽ 1924 ജനുവരി 16 ഒരു മഹാദുരന്തം സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ. ആർക്കെങ്കിലും അറിയോ? 1924 ജനുവരി 16 കേരളത്തിലെ ഏറ്റവും വലിയ കവി, ഇന്നും അദ്ദേഹത്തോളം വലുപ്പമുള്ളൊരു കവി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയൊരു കവി പല്ലനയാറ്റിൻ്റെ തീരത്ത് വെച്ച്, തോട്ടപ്പള്ളിക്കടുത്ത് പല്ലനയാറ്റിൽ റെഡിമർ എന്ന ബോട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാതിരാവിൽ ആ ബോട്ട് മുങ്ങി ആ ബോട്ടിലുണ്ടായ മഹാകവി മരിച്ചുപോയി. ആ മഹാകവി പേരറിയില്ലേ? ആർക്കറിയാം? കുമാരനാശാൻ തന്നെ, മഹാകവി കുമാരനാശാൻ. അതായത് ഈ ആദ്യത്തെ കഥാപ്രസംഗമായ ചണ്ടാളഭിക്ഷുക എഴുതിയ മഹാകവി കുമാരനാശാൻ ബോട്ടപകടത്തിൽ മരിച്ചുപോയി. അപ്പോൾ ഈ കഥ പറയാൻ എല്ലാ ഒരുക്കവും ചെയ്ത നീലകണ്ഠ ഭാഗവതർക്ക് വലിയ വിഷമാകുന്നു. പക്ഷേ പിന്നോക്കം പോയില്ല. എല്ലാവരുടെയും സഹായത്തോടു കൂടി ആ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ 1924 ജൂൺ മാസം എറണാകുളം ജില്ലയിലെ വടക്കുംപുറത്തെ ഗുരുദേവൻ്റെ ശിഷ്യൻ കൂടിയായ 1916 ഈ വടക്കുംപുറത്ത് ചെറായിക്കടപ്പുറത്ത് പന്തിഭോജനത്തിന് നേതൃത്വം നൽകിയ കേളപ്പനാശാൻ്റെ സരസ്വതി വിലാസം എന്ന കുട്ടിപ്പള്ളിക്കൂടത്തിൻ്റെ അങ്കണത്തിൽ നീലകണ്ഠ ഭാഗവതർ ഗുരുദേവൻ ആ കഥാപ്രസംഗം അവതരിപ്പിക്കുമ്പോൾ നീലകണ്ഠ ഭാഗവതർക്ക് പുതിയൊരു പേര് നൽകുന്നു, CA സത്യദേവൻ. അങ്ങനെ CA സത്യദേവൻ 1924 ആദ്യത്തെ കഥാപ്രസംഗം ചണ്ടാളഭിക്ഷുകി എറണാകുളം ജില്ലയിലെ ക്ഷേമമംഗലത്തിനടുത്ത വടക്കുംപുറത്ത് സരസ്വതി വിലാസം കുടിപ്പള്ളിക്കൂടത്തിൻ്റെ അങ്കണത്തിൽ അവതരിപ്പിക്കുന്നത്. അതാണ് ആദ്യത്തെ കഥാപ്രസംഗം. ചണ്ടാളഭിക്ഷുകി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ചണ്ടാളഭിക്ഷുകി നിങ്ങൾ മലയാള പദ്യത്തിലൊന്നും പഠിക്കാനില്ല അല്ലേ? ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരു കാശുനി പഠിച്ചിട്ടല്ലേ? നമ്മൾ ഏതെങ്കിലും ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ
സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്നേഹം താൻ ആനന്ദമാർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചണ്ടാള ഭിക്ഷുകി എന്ന കവിത അവസാനിക്കുന്നത്, ഖണ്ഡകാവ്യം അവസാനിക്കുന്നത്. പിന്നീട് സത്യദേവൻ മഹാകവിയുടെ ദുരവസ്ഥ അവതരിപ്പിക്കുന്നു. പിന്നീട് ഒരുപാട് കഥാപ്രസംഗ കലാകാരന്മാർ കലാരംഗത്തേക്ക്, ഈ രംഗത്തേക്ക് കടന്നു വരികയാണ്. കെ വാദ്യാർ, അദ്ദേഹം കഥാപ്രസംഗത്തിനൊരു ജനകീയ മുഖം നൽകി. പിന്നെ 1944 ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിത അവതരിപ്പിച്ചുകൊണ്ട് കെടാമംഗലം സദാനന്ദൻ എന്ന ഒരു കഥാപ്രസംഗം കടന്നു വരുന്നു. അദ്ദേഹം കഥാപ്രസംഗത്തെ ഒന്നുകൂടി ജനകീയമാക്കി. 1949 കഥാപ്രസംഗ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന വി സാംബശിവൻ രംഗത്തേക്ക് വരികയാണ്. അതേ വർഷം തന്നെ കെടാമംഗലം സദാനന്ദൻ രമണൻ അവതരിപ്പിച്ചു. വി സാംബശിവനിലൂടെ കഥാപ്രസംഗം ഒന്നുകൂടി ജനപ്രിയമായി. കഥാപ്രസംഗം കേൾക്കുവാൻ വേണ്ടി ജനലക്ഷങ്ങൾ തന്നെ തടിച്ചുകൂടി. വലിയ വയലുകളിലൊക്കെയാണ് കഥാപ്രസംഗം അവതരിപ്പിക്കുക. ആയിരക്കണക്കിന് ജനങ്ങൾ സാംബശിവൻ്റെ ഒക്കെ കഥാപ്രസംഗം കേൾക്കുവാൻ വേണ്ടി തടിച്ചുകൂടിയിരുന്നു. ഒരുപാട് മലയാളത്തിലെ എല്ലാ കൃതികളും ഖണ്ഡകാവ്യങ്ങളെല്ലാം കഥാപ്രസംഗകർ, അക്ഷരാഭ്യാസമില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് പോലും പഠിപ്പിച്ചു കൊടുത്തു. വി സാംബശിവൻ, അതുപോലെ കെടാമംഗലം, മോച്ചർ രാമചന്ദ്രൻ, കെ വാദ്യാർ, പ്രൊഫസർ MP മന്മഥൻ, PC എബ്രഹാം തുടങ്ങി ഒരുപാട് അതിപ്രഗത്ഭരായ കഥാപ്രസംഗ കലാകാരന്മാർ രംഗത്ത് വന്നു. കഥാപ്രസംഗം കേരളത്തിലെ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു കലാരൂപമായി. മലയാളത്തിലെ ഖണ്ഡകാവ്യങ്ങൾ ചന്ദനക്കെട്ടിൽ, ആയിഷ, വയലാറിൻ്റെ ആയിഷ, വള്ളത്തോളിൻ്റെ കൊച്ചു സീത, മക്നലിന് മറിയം, കുമാരനാശാൻ്റെ തന്നെ കരുണ, അങ്ങനെ എല്ലാ കൃതികളും, ഉള്ളൂരിൻ്റെ പിങ്കള തുടങ്ങിയ ഒരുപാട് കൃതികൾ, ഖണ്ഡകാവ്യങ്ങൾ കഥാപ്രസംഗമായി അവതരിപ്പിച്ചു. പിന്നെ SK പൊറ്റക്കാടിൻ്റെ പുള്ളിമാൻ ചെറുകഥ, പിന്നെ ഗദ്യസാഹിത്യത്തിൽ ഒരുപാട് നോവലുകൾ, ഒരു ദേശത്തിൻ്റെ കഥ, അതുപോലെ മലയാറ്റൂരിൻ്റെ യന്ത്രം, ബംഗാളി നോവലുകൾ, വിലക്ക് വാങ്ങാൻ തുടങ്ങിയ ബിമൽ മിത്രയുടെ നോവലുകൾ, ഷേക്സ്പിയറുടെ നാടകങ്ങൾ, ഒഥല്ലോ തുടങ്ങിയ നാടകങ്ങൾ, ടോൾസ്റ്റോയുടെ നോവലുകളൊക്കെ കഥാപ്രസംഗ രംഗത്ത് അവതരിപ്പിക്കപ്പെട്ടു. അങ്ങനെ കഥാപ്രസംഗം മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കലാരൂപമായി വളർന്നു. പക്ഷേ അത് കാലത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അന്ന് ഈ ഗുരുദേവൻ്റെ ആശയങ്ങൾ, അതുപോലെ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കേണ്ട, നമ്മുടെ സമൂഹത്തിന് നന്മ ചൊരിയേണ്ട ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അതിനൊരു കലാരൂപം ആവശ്യമായിരുന്നു. അത് കാലത്തിൻ്റെ ഒരു ധർമ്മം എന്നുള്ള രീതിയിൽ പറവിക്കൊണ്ടതാണ് കഥാപ്രസംഗം എന്ന കലാരൂപം. അപ്പോൾ ആ കലാരൂപത്തെക്കുറിച്ച് ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എത്ര കഥകൾ അവതരിപ്പിച്ചു? അവയിൽ ഇഷ്ടപ്പെട്ട കഥകൾ ഏതൊക്കെ? 1980 ഞാൻ കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്നത്. 80 മുതൽ ഈ വർഷം വരെ ഒരുപാട് കഥകൾ അവതരിപ്പിച്ചു. ഏതാണ്ട് 45ഓളം കഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് എല്ലാവരും, ഒരച്ഛന് എല്ലാ മക്കളെയും, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് എല്ലാ മക്കളെയും ഇഷ്ടം എന്നതുപോലെ എല്ലാ കഥകളും ഇഷ്ടമാണ്. പക്ഷേ അതിലൊരുപാട് പറഞ്ഞ കഥകളുണ്ട്, വളരെ കുറച്ച് പറഞ്ഞ കഥകളുമുണ്ട്. എങ്കിലും എല്ലാ കഥകളും ഇഷ്ടമാണ്. അതിലെ ഏറ്റവും കൂടുതൽ പറഞ്ഞ കഥ നമ്മളെ MR പയ്യട്ടം എന്ന കഥാപ്രസംഗ കലാകാരനെ കുറച്ചുകൂടി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കഥാപ്രസംഗ കലാകാരനാക്കി മാറ്റിയത് ആടുജീവിതമാണ്. ആടുജീവിതം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. വായിക്കണം, വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കണം. ആടുജീവിതം എഴുതിയത് ആരാണെന്നറിയാം? മോൾക്കറിയാം. ബെന്യാമിൻ്റെ അതിപ്രശസ്തമായ നോവലാണ് ആടുജീവിതം. അപ്പോൾ ആടുജീവിതം വളരെ കൂടുതൽ അവതരിപ്പിക്കപ്പെട്ട ഒരു കഥാപ്രസംഗമാണ്. ആടുജീവിതം ഈ സ്കൂളിൽ 2012 ഈ സ്കൂളിലെ സ്റ്റേജിൽ വെച്ചിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ജനിച്ചിട്ടുണ്ടാവില്ല. 2012 KMR ആണ് ഉദ്ഘാടനം ചെയ്തത്. ഇതേ സ്കൂളിലെ ഹാളിൻ്റെയും ഇതിൻ്റെ നടുക്കുള്ള അവിടെയായിരുന്നു സ്റ്റേജ് ഉണ്ടായത്. അത് കേരളത്തിലുടനീളം അവതരിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചത് ആടുജീവിതം ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ആൽക്കമിസ്റ്റ്
പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്. അതിപ്പോൾ നമ്മളടുത്ത് ഇവിടെ പയ്യന്നൂരിൽ കഥാപ്രസംഗ മഹോത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ഇഷ്ടമാണ്. പിന്നെ കിഴവനും കടലും ഇഷ്ടമാണ്. ഈ പറഞ്ഞ വരരുചി ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് കഥകൾ ഇഷ്ടമാണ്. കഥാപ്രസംഗകൻ എന്ന നിലയിൽ ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? കഥാപ്രസംഗകൻ എന്നുള്ള നിലയിൽ ലഭിച്ച ആദ്യത്തെ അംഗീകാരം 2006 ഞാൻ നേരത്തെ പറഞ്ഞ കഥാപ്രസംഗം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട എറണാകുളം ജില്ലയിലെ വടക്കുംപുറം സരസ്വതി വിലാസം, അതിപ്പോഴൊരു ഗവൺമെൻറ് UP സ്കൂളാണ്. ആ UP സ്കൂൾ അങ്കണത്തിൽ വെച്ചിട്ട് കേരള കഥാപ്രസംഗ അക്കാദമി, നേരത്തെ പറഞ്ഞ അതിപ്രശസ്ത കഥാപ്രസംഗകനായ കെടാമംഗലം സദാനന്ദൻ അധ്യക്ഷനായിട്ടുള്ള കഥാപ്രസംഗ അക്കാദമിയുടെ ആദ്യത്തെ വി സാംബശിവൻ സ്മാരക കാഥിക പ്രതിഭാ പുരസ്കാരമാണ്. അത് കഥാപ്രസംഗം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. അതാണ് ആദ്യമായിട്ട് ലഭിച്ച അംഗീകാരം. പിന്നെ 2011 ഞങ്ങൾ ചെന്നൈയിൽ ചൂളൈമേട് മലയാളി സമാജത്തിൻ്റെ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വേണ്ടി പോയി. അവിടെ ആ ചൂളൈമേട് മലയാളി സമാജത്തിൻ്റെ 25ാം വാർഷിക പുരസ്കാരം ഞങ്ങൾക്ക് നൽകിയിരുന്നു. അന്ന് അതേ പുരസ്കാരം മലയാളത്തിലെയും തമിഴിലെയും അതിപ്രശസ്ത ഗായികയായ കല്യാണി മേനോനും അതേ വേദിയിൽ വെച്ച് നൽകുകയുണ്ടായി. അതൊരു 2ാമത്തെ പുരസ്കാരം. 3ാമത് കേരള സംഗീത നാടക അക്കാദമിയുടെ കഥാപ്രസംഗ കലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 2018 കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ വെച്ച് അന്നത്തെ മന്ത്രിയിൽ നിന്നും നേടുവാൻ AK ബാലൻ സാംസ്കാരിക മന്ത്രിയിൽ നിന്നും വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ പയ്യന്നൂർ പൊത്താങ്കണ്ടം ആനന്ദ ഭവനം അവരുടെ കാഥിക രത്ന പുരസ്കാരം നേടുവാൻ വേണ്ടി കഴിഞ്ഞു. 2019 കെടാമംഗലത്തിൻ്റെ പേരിലുള്ള കെടാമംഗലം സദാനന്ദൻ സാംസ്കാരിക വേദിയുടെ കാഥിക രത്ന പുരസ്കാരം നേടി. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം കീഴറയിലുള്ള P കൃഷ്ണൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം നേടുവാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ കുറച്ചധികം പുരസ്കാരങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറുതും വലുതുമായ കുറച്ച് പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. കഥാപ്രസംഗനായി താങ്കൾ ഒരുപാട് വേദികളിൽ കഥകൾ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അങ്ങനെ പറയുമ്പോൾ ഒരു അവിസ്മരണീയമായ അനുഭവം ഉണ്ടാവുമല്ലോ, അതിൽ ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും അവിസ്മരണീയമായ അനുഭവങ്ങൾ കുറേയുണ്ട്. അതിൽ ഒരു 2 അനുഭവങ്ങൾ പങ്കുവെക്കാം. നല്ല അനുഭവങ്ങളും നല്ലതല്ലാത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നല്ല അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പോൾ നല്ല അനുഭവങ്ങൾ പറയാം. 2ഉം ആടുജീവിതം അവതരിപ്പിച്ചപ്പോഴാണ്. ഒരിക്കൽ പയ്യന്നൂർ പെരിങ്ങോം എന്ന സ്ഥലത്ത് ആടുജീവിതം അവതരിപ്പിക്കാൻ വേണ്ടി പോയി. അവിടെ ഈ പാടിക്കുന്ന് രക്തസാക്ഷി അനുസ്മരണത്തിൻ്റെ പരിപാടി, പാർട്ടി പരിപാടിയാണ്. പാടിക്കുന്നിലായിരുന്നു ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, നമ്മൾ പരിപാടികൾ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട്, ചെറുപ്പക്കാരൻ എന്ന് പറയുക ഒരു 10-35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൈ പിടിച്ചിട്ട് ഞാനിപ്പോൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഇനി ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ജീവിതത്തിൽ പാഴാക്കില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, അതെന്തേ അങ്ങനെ? നിങ്ങൾ അവതരിപ്പിച്ച കഥാപ്രസംഗം ആടുജീവിതം, അതിൽ ആ വെള്ളത്തിന് വേണ്ടി ആർത്തി പിടിച്ച് പൂഴിമണ്ണ് വാരി തിന്ന് രക്തം ഛർദ്ദിച്ച് അടികൊണ്ട പാമ്പിനെ പോലെ നിലത്ത് വീണ് പിടഞ്ഞ് മരിക്കുന്ന ആ ഹക്കീം എന്ന കഥാപാത്രം അതെൻ്റെ നെഞ്ചത്ത് വലിയൊരു ഭാരം കയറ്റി വച്ചിരിക്കുകയാണ്. എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഇനി ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ജീവിതത്തിൽ പാഴാക്കില്ല എന്ന് നിങ്ങളുടെ കൈ പിടിച്ച് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ പെരിങ്ങോത്തുള്ള ഒരു സ്റ്റുഡിയോ ഉടമസ്ഥനാണ്. മാത്രമല്ല ഈ MT അന്നൂർ എന്ന് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്ത ചിലമ്പിൻ്റെ കഥ എന്നൊരു സിനിമയുടെ
സ്റ്റിൽ ഫോട്ടോഗ്രാഫർ കൂടിയാണ് ആ ചെറുപ്പക്കാരൻ. അവൻ്റെ പേര്, അവൻ്റെ കാർഡൊക്കെ എനിക്ക് തന്നിരുന്നതൊക്കെ എവിടെയോ ആയിപ്പോയി. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. മറ്റൊരിക്കൽ ഈ മറ്റൊരു കഥ പറയാൻ വേണ്ടിയിട്ട് തലശ്ശേരി പൂവളപ്പ് ഗണപതി ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ വെടുത്തോട്ടും മുണ്ടെടുത്ത ഒരു 10-65 വയസ്സുള്ള ഒരാൾ വന്ന് എൻ്റെ കൈ പിടിച്ചു. സാറേ, എനിക്കൊരു ഭക്ഷണം തരുന്നില്ല, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടാണ്, ഇടത്തോട്ട് മുണ്ടെടുത്തുകൊണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് അഹിന്ദുക്കൾക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ എനിക്ക് ഭക്ഷണം തരുന്നില്ല, എന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല, ഞാൻ ശരിക്കും മുസ്ലിമല്ല ഒന്ന് അവരോട് പറഞ്ഞിട്ട് എനിക്ക് കൂടി ഭക്ഷണം വാങ്ങിച്ചായിരുന്നു. ആ കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹം മുസ്ലിമല്ല, ഇടത്തോട്ട് മുണ്ടെടുക്കുന്ന ശീലമായതുകൊണ്ട് മുണ്ടെടുത്തതാണ് എന്ന് പറഞ്ഞ് ആ കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്തി. അവർ അല്പം തീവ്ര RSSൻ്റെ ആളുകളാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നിർബന്ധമാണ്. ഞാൻ പരിപാടി അവതരിപ്പിക്കുവാൻ പോയ ആൾ എന്നുള്ള രീതിയിൽ മാത്രം പരിഗണന വെച്ച് അയാൾക്ക് പ്രവേശനം നൽകി. അയാളെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്? നിങ്ങളെവിടെയാണ്? നിങ്ങളെൻ്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സാറിൻ്റെ ആടുജീവിതം 2 തവണ കേട്ടിട്ടുണ്ട്. ഒന്ന് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ വെച്ചും ഒന്ന് തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഒരു നവരാത്രിക്ക് അവതരിപ്പിച്ചിട്ടും 2 തവണ ഞാൻ ആടുജീവിതം കേട്ടിട്ടുണ്ട്. ഞാൻ കോട്ടയത്തുകാരനാണ്. ഞാൻ കോട്ടയത്തേക്ക് ഭിക്ഷ തേടുകയാണ് ഞാൻ ജോലി. ഞാൻ കോട്ടയത്തിൽ പോകാൻ ഒരുങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലിരിക്കുമ്പോഴാണ് MR പൈറ്റൻ്റെ കഥാപ്രസംഗം ഉണ്ടെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടത്. അപ്പോൾ അത് കൂടി കേട്ടിട്ട് രാത്രിയത്തെ വണ്ടിക്ക് പോകാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ ഈ ഭിക്ഷ എടുത്ത് ജീവിക്കാൻ കാരണം, ഇടത്തോട്ട് മുണ്ടെടുക്കാൻ കാരണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ അവതരിപ്പിച്ച ആടുജീവിതത്തിലെ പോലെ ഏതാണ്ട് ഗൾഫിൽ കുറേ കാലത്ത് ആട് മേയിച്ച് നടന്ന ഒരാളാണ് ഞാൻ. പിന്നെ കുറച്ചു കാലം ഒരു അറബിയുടെ വീട്ടിൽ ഞാൻ ജോലിക്കാരനായി നിന്നു. കിട്ടുന്ന പണം തേച്ചും വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു. ഒടുക്കം ഞാൻ അവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി വീട്ടിലോട്ട് വരുമ്പോഴേക്ക് വീട്ടിലുള്ള ഞാൻ അയച്ചു കൊടുത്ത പണമൊക്കെ ഭാര്യയും മക്കളും അവരുടെ പേരിലാക്കി, അവരുടെ പേരിൽ വീടും ഇതൊക്കെ ആക്കി ജോലി ചെയ്യാൻ പറ്റാത്ത എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ഞാൻ ഇടത്തോട്ട് മുണ്ടെടുത്ത് ഭിക്ഷയാചിക്കുകയാണ്. എനിക്ക് കുറച്ച് അറബി വാക്കുകളൊക്കെ അറിയാം. അപ്പോൾ മുസ്ലിം വീടുകളിലേക്ക് പോയാൽ അവർ ഈ അറബി വാക്കുകളൊക്കെ പറഞ്ഞാൽ, അറബി പ്രാർത്ഥന മന്ത്രങ്ങളൊക്കെ പറഞ്ഞാൽ അവർ കുറച്ചധികം കാശ് തരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടത്തോട്ട് മുണ്ടെടുത്ത് ഇങ്ങനെ ഭിക്ഷയാചിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കഥാപ്രസംഗത്തിലെ അനുഭവം അത്രയും തീക്ഷ്ണമായ ഒരുപാട് അനുഭവങ്ങൾ, ആ മരുഭൂമിയിൽ പോയി ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഭാര്യയും മക്കളും പങ്കിട്ടെടുത്ത് എന്നെ അനാഥനാക്കി പറഞ്ഞയച്ചു. ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് അയാൾ കണ്ണീരൊഴുക്കി എൻ്റെ കൈ പിടിച്ചിട്ട്. അത് വല്ലാത്ത ഷോക്കുണ്ടാക്കിയ അനുഭവമാണ്. അങ്ങനെ ഇതുപോലുള്ള കുറേ അനുഭവങ്ങൾ കഥാപ്രസംഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബവിശേഷങ്ങൾ? ഭാര്യ ഉദയംപാട് സ്കൂളിൽ ടീച്ചറായിരുന്നു. നൈന എന്നാണ് പേര്. 35 വർഷത്തെ പഠിപ്പിക്കലിന് ശേഷം കഴിഞ്ഞ വർഷം റിട്ടയറായി. ഒരു മകളാണ് ഉള്ളത്. മകളുടെ പേര് കൃഷ്ണശ്രീ എന്നാണ്. അവൾ ഉദയംപാട് UP സ്കൂളിൽ ഭാര്യയുടെ കൂടെ തന്നെ 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം ചെറുകുന്ന് ഗേൾസ് ഹൈസ്കൂൾ പഠിച്ചു. +2 ഇവിടെ പാപ്പൻശ്ശേരി EMS സ്മാരക ഹൈസ്കൂൾ പഠിച്ചു. അതിനുശേഷം എൻജിനീയറിങ്ങിന് മാങ്ങാട് എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചു. സിവിൽ എൻജിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. അതിൽ ഫസ്റ്റ് റാങ്കോടുകൂടി 1ാം റാങ്കോടുകൂടി പാസ്സായി. അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് UPSC പരീക്ഷ എഴുതി. ഇപ്പോൾ
ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ കോയമ്പത്തൂരാണ് ജോലി ചെയ്യുന്നത്. അവളുടെ കല്യാണം കഴിഞ്ഞു. കോവിഡ് കാലത്താണ് കല്യാണം കഴിഞ്ഞത് കൊണ്ട് അധികം ആളുകളൊന്നും ക്ഷണിക്കാൻ പറ്റിയിട്ടില്ല. അവളുടെ ഭർത്താവ് ശ്രീവത്സൻ കോയമ്പത്തൂർ BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി ചെയ്യുന്നു. രണ്ടുപേരും ഇപ്പോൾ കോയമ്പത്തൂരാണ്. കഥാപ്രസംഗകൻ എന്ന നിലയിൽ പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? വ്യത്യസ്തമായ പുതിയ കാലത്തെ മാധ്യമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം കഥാപ്രസംഗം ഒരു അപരിചിതമായ കലാരൂപമാണ്. അവരുടെ മുമ്പിൽ സ്മാർട്ട് ഫോൺ ആണ് ഏറ്റവും സ്മാർട്ട് ഫോൺ, അതുപോലെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഇൻസ്റ്റ തുടങ്ങി അതുപോലെ AI വരെയുള്ള ഒരു ഏറ്റവും പുതിയ ഏറ്റവും ആധുനികമായ ഒരു സാങ്കേതിക വിദ്യകളിലൂടെ അതിന് ഇടയിലൂടെയാണ് പുതിയ തലമുറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വഴികളെ നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് നയിക്കുവാനും നമ്മുടെ വഴികളെ ഏറ്റവും മോശം രീതിയിൽ നയിച്ച് നമ്മളെ അഗാധമായ ഒരു തമോഗർത്തത്തിൽ ഇരുട്ടിലേക്ക് നയിക്കുവാനും ശേഷിയുള്ളതാണ് ഈ ഇൻ്റർനെറ്റ് ആയാലും AI ആയാലും അതുപോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ, ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ഇൻസ്റ്റ ആയാലും. ഇതൊക്കെ നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ AI അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ ലോകത്തോളം വലുപ്പമുള്ള ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകളെ സ്വാംശീകരിച്ച് അത് സമൂഹത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ജനങ്ങൾക്ക് അത് ഉപകരിക്കും വിധം അതിനെ പ്രയോജനപ്പെടുത്തി, അത് നാട്ടുകാർക്ക് കൂടി ഉപകരിക്കും വിധം പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല വ്യക്തികളാകുക, സമൂഹത്തിൻ്റെ നല്ല ഭാഗമാകുക, അതിൻ്റെ ഇരുണ്ട വശങ്ങളിൽ ഒരിക്കലും അകപ്പെടാതിരിക്കുക. ഞാനീ പറഞ്ഞത് ഇന്നിപ്പോൾ നമുക്ക് മാധ്യമങ്ങൾ നോക്കിയാൽ വായിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും മോശമായ, അതായത് ലഹരി മരുന്നടക്കം എല്ലാം നടക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ്. നമ്മുടെ പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളെ ആയാലും വഴിതെറ്റിക്കുന്ന ഒരുപാട് മോശം മാപ്പുകളൊക്കെ ഇതിലുണ്ട്. അത്തരം മാപ്പുകളിലൊന്നും ചെന്ന് വീഴാതെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ച് അത് സമൂഹത്തിന് കൂടി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ പുതിയ തലമുറ ശ്രദ്ധിക്കണം എന്നാണ് പഴയ തലമുറയിലെ ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. കഥാപ്രസംഗനാവാനുള്ള നിങ്ങളുടെ ഇൻസ്പിറേഷൻ ഉണ്ടാവില്ലേ, അത് എങ്ങനെയാണ്? അതിനുള്ള ഇൻസ്പിറേഷൻ, പ്രചോദനം, അങ്ങനെ ശരിക്ക് കഥാപ്രസംഗകൻ നമ്മൾ ജീവിതത്തിലെ ചില യാദർച്ഛികമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കും. ഞാനൊരിക്കലും കഥാപ്രസംഗകൻ ആകും എന്ന് വിചാരിച്ചിട്ടില്ല. ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിപ്പോകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ ആദ്യം നാടകരംഗത്താണ് കടന്നു വന്നത്. 1978 പയ്യട്ടത്ത് ഒരു KV സ്മാരക വായനശാലയുണ്ട്. അറിയോ? പയ്യട്ടത്തെ KV സ്മാരക വായനശാല അറിയില്ല? ഈ ഒരു വായനശാലയെ അറിയുള്ളൂ അല്ലേ? പയ്യട്ടത്ത് നമ്മുടെ ഈ പ്രദേശത്തെ ആദ്യത്തെ വായനശാലയാണ് പയ്യട്ടം KV സ്മാരക വായനശാല. 1978 ഏപ്രിൽ 14 അത് ഉദ്ഘാടനം ചെയ്തത്. അതിനു മുമ്പ് പയ്യട്ടത്ത് നമ്മുടെ ഇവിടെ ഐക്കോത്ത് ബാലറ്റുണ്ട്. ഇവിടെ നമ്മുടെ ഈ റോഡിലൂടെ പോകുമ്പോൾ ഒരു വീട്, ആ വീട്ടിൻ്റെ അത് മുമ്പൊരു കച്ചവട പീടികയായിരുന്നു. അച്ചോട്ടിൻ്റെ പറയന്തര അച്ചോട്ടിൻ്റെ കച്ചവട പീടിക. ആ അച്ചോട്ടിൻ്റെ പീടികയുടെ മുകളിൽ പയ്യട്ടം വായനശാല എന്ന പേരിലൊരു വായനശാലയുണ്ട്. ഞാൻ കണ്ട ആദ്യത്തെ വായനശാല അതാണ്. അവിടെ നിന്നാണ് ആകാശവാണി കോഴിക്കോട് എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. നമ്മുടെ വലിയ ഒരു മൈക്കുണ്ട്, ഉച്ചഭാഷിണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്
മൈക്ക് കണ്ടിട്ടുണ്ടോ? ഈ മൈക്കല്ല, മറ്റേ വട്ടത്തിലുള്ള കൊളാമ്പി മൈക്ക് കണ്ടിട്ടുണ്ടോ? ഉച്ചഭാഷിണി എന്നാണ് പറയുക. ആ മൈക്കിലൂടെ റേഡിയോ തുറന്നു വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് സിനിമാ പാട്ടുകളൊക്കെ കേൾക്കുന്നത്, കാർഷിക രംഗം കേൾക്കുന്നത്, ആകാശവാണിയുടെ നാടകം കേൾക്കുന്നതൊക്കെ ഈ പയ്യട്ടം വായനശാലയിൽ വെച്ചാണ്. അപ്പോൾ ആ പയ്യട്ടം വായനശാലയ്ക്ക് പുതിയ കെട്ടിടം പണിത് ഉണ്ടാക്കിയതാണ് 1978 ഈ പയ്യട്ടം KV സ്മാരക വായനശാല. KV സ്മാരകം എന്ന് പറഞ്ഞാൽ KV നാരായണൻ നമ്പ്യാർ സ്മാരകം. KV നാരായണൻ നമ്പ്യാർ കല്യാശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ദീർഘകാലം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ സഖാവ് KV നാരായണൻ നമ്പ്യാർ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചേർത്ത് ആ വായനശാലയെ പയ്യട്ടം KV സ്മാരക വായനശാലയാക്കി. ആ വായനശാലയുടെ ഉദ്ഘാടനത്തിന് പയ്യട്ടത്തെ ഏതാണ്ട് എല്ലാവരും നാടകത്തിൽ അഭിനയിച്ചു, ചെറുപ്പക്കാരൊക്കെ. അപ്പോൾ ഞാനന്ന് ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ബാലസംഘത്തിന് വേണ്ടി ഒരു നാടകം വേണം. അപ്പോൾ അവിടെയുള്ളവർ 1-2 പേർ എന്നോട്, ഞാൻ നാടകമൊന്നും എഴുതി പരിചയമില്ല, പക്ഷേ എന്നോട് ഒരു നാടകം എഴുതാൻ പറഞ്ഞു. ഞാനൊരു നാടകം എഴുതി, കുറ്റവും ശിക്ഷയും എന്ന പേരിലൊരു നാടകം എഴുതി. അത് റേഷൻ പിടിക്കാരൻ്റെ ഒരു കരുണാട്ടനുണ്ടായിരുന്നു, C കരുണ, ഇരുണാവിൽ, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ പയ്യട്ടത്തെ റേഷൻ ഷോപ്പ് നടത്തുന്ന സതീശൻ. പയ്യട്ടത്തെ റേഷൻ ഷോപ്പ് കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടാരെങ്കിലും? അപ്പോൾ ആ സതീശൻ്റെ അച്ഛനാണ് C കരുണ. അദ്ദേഹം നാടക സംവിധായകനായിരുന്നു. ഞാൻ എഴുതിയ കുറ്റവും ശിക്ഷയും നാടകം അദ്ദേഹം സംവിധാനം ചെയ്തു. അതിൽ ഞാനും കൂടി അഭിനയിച്ചു. അപ്പോഴങ്ങനെ ഒരു നാടകക്കാരനായി. അങ്ങനെ ചെറിയ ചെറിയ നാടകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കരിക്കംകുളത്ത് 1980 കരിക്കംകുളത്തെ ഒരു ക്ലബിന് വേണ്ടിയിട്ട്, ഒരു കേരള സ്പോർട്സ് ക്ലബിന് വേണ്ടിയിട്ട് എന്നോടൊരു നാടകമൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഒരു നാടകം എഴുതി. അവിടെയുള്ള കുട്ടികളെ നാടകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരന്, എനിക്കന്ന് ഒരു 19 വയസ്സ്, ഒരു ചെറുപ്പക്കാരന്, ഒരു 10-17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് കഥാപ്രസംഗം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ക്ലബിൻ്റെ ഭാരവാഹികൾ നാടകം എഴുതിയത് ഞാനായതുകൊണ്ട് പയ്യട്ടം തന്നെ ഒരു കഥാപ്രസംഗം കൂടി അവന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം മറ്റൊരു വായനശാലയിൽ, ഇരുണ്ടാവ് പൊതുജന വായനശാലയിൽ പോയപ്പോൾ അവിടെ ഗ്രന്ഥാലോകം എന്നൊരു മാസിക വായിച്ചപ്പോൾ ഒരു കഥ ഞാൻ കാണുന്നു, നീലിയമ്മത്തോറ്റത്തിൻ്റെ കഥ. അത് കഥാപ്രസംഗത്തിന് പറ്റിയതാണെന്ന് മനസ്സിലായി. ഒരു കഥാപ്രസംഗം എഴുതി അത് അവിടെ ആ ക്ലബിൽ കൊണ്ടുകൊടുത്ത് ആ ചെറുപ്പക്കാരന് കൊടുത്തു. അപ്പോൾ ക്ലബ്ബുകാർ പറഞ്ഞു, ഈ കഥാപ്രസംഗം പയ്യട്ടം തന്നെ ഇവനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ കൊണ്ടുപോയതാണ്. ആ സ്ക്രിപ്റ്റ് ക്ലബിൻ്റെ ഭാരവാഹികൾ ഇതുപോലെ ഇരിക്കും, കഥ പറയേണ്ട ചെറുപ്പക്കാരും നിൽക്കും. അപ്പോൾ അവരുടെ മുമ്പിൽ ആ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ എഴുതിയതായതുകൊണ്ട് ഒരു കഥാപ്രസംഗം എന്നുള്ളതുപോലെ തന്നെ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ അവതരിപ്പിച്ചപ്പോൾ ആ ക്ലബ്ബുകാർ, നിങ്ങൾ 5 പേരാണ് കമ്മിറ്റിക്കാരാണെങ്കിൽ 5 പേർ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഇവൻ ബാബു എന്നാണ് പറയുന്നത്, അവൻ്റെ പേര് ബാബു പറയണ്ട, ഇത് പയ്യട്ടം തന്നെ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കണം. ഇതിനു വേണ്ട ഈ സംഗീതം, കഥാപ്രസംഗത്തിൽ ഹാർമോണിയം, തബല ഒക്കെ വേണം, ഇതൊക്കെ ഞങ്ങൾ തന്നെ ഒരുക്കിത്തരാം, അതുകൊണ്ട് പയ്യട്ടം തന്നെ പറയണം. ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ അവർ നിർബന്ധപൂർവം എന്നെക്കൊണ്ട് കഥ പറയിച്ചു. ഞാൻ അങ്ങനെ 1980 നവംബർ 22 കരിക്കംകുളം കേരള സ്പോർട്സിന് ക്ലബിന് വേണ്ടിയിട്ട് ആദ്യത്തെ കഥാപ്രസംഗം അവതരിപ്പിച്ചു. കഥാപ്രസംഗത്തിൻ്റെ പേര് വനദേവത. ആ കഥാപ്രസംഗം അവതരിപ്പിച്ചതോടുകൂടി അത് പറയാൻ കുറേ വേദികൾ കിട്ടി. പിന്നെ പുതിയ കഥകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നാടകക്കാരൻ മെല്ലെ മെല്ലെ അണിയറയിലേക്ക് പോയി, കഥാപ്രസംഗകൻ മുന്നിലോട്ട് വന്നു. ഇപ്പോഴും നാടകത്തോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല, പക്ഷേ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കഥാപ്രസംഗമാണെന്ന് മാത്രം. ഈ മേഖലയിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു നിലയിലെത്താൻ വേണ്ടിയിട്ട്? നല്ലൊരു ചോദ്യമാണ് ദിയ ചോദിച്ചത്. സപ്പോർട്ടില്ലാതെ ആർക്കും വളരാൻ വേണ്ടി കഴിയില്ല. ഇപ്പം നിങ്ങളിൽ കഥയെഴുത്തുകാരുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, ഡാൻസുകാരൊക്കെ ഉണ്ട്. തീർച്ചയായും നല്ല പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി പറ്റൂ. എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. കാരണം അമ്മയ്ക്ക്, എൻ്റെ അമ്മ ഭാരത ഫ്ലൈവുഡിൽ തൊഴിലാളിയായിരുന്നു. അമ്മയ്ക്ക് എഴുത്തും വായനയും ഒന്നും അറിയില്ല. പിന്നെ ഏച്ചി, പിന്നെ എൻ്റെ അനുജൻ, അച്ഛൻ മറ്റൊരു നാട്ടിലാണ്.
അച്ഛൻ എപ്പോഴെങ്കിലും വിരുന്ന് വരുന്ന ആളാണ്. അപ്പോഴും വീട്ടിൽ പ്രോത്സാഹിപ്പിക്കുവാൻ ആളുകളൊന്നുമില്ല. ഞാൻ വന്നത്, ഞാൻ പറഞ്ഞല്ലോ, വായനശാലയുടെ വാർഷികത്തോട് അനുബന്ധിച്ചാണ്. അപ്പോൾ ഞാനപ്പോൾ ദേശാഭിമാനി ബാലസംഘത്തിൻ്റെ സജീവ പ്രവർത്തകനാണ്. അപ്പോൾ ബാലസംഘം ആദ്യത്തെ പ്രോത്സാഹനം ബാലസംഘത്തിൽ നിന്ന് തന്നെയാണ്, പാർട്ടിയിൽ നിന്നാണ്. ബാലസംഘത്തിൻ്റെ വില്ലേജ് സമ്മേളനത്തിനാണ് രണ്ടാമത് ഞാൻ കഥാപ്രസംഗം പറഞ്ഞത്. പിന്നെ DYFIയുടെ കുറേ സമ്മേളനങ്ങൾക്ക്, 7 വില്ലേജ് സമ്മേളനം, കണ്ണപുരം വില്ലേജ് സമ്മേളനം, അങ്ങനെയുള്ള സമ്മേളനങ്ങൾക്കൊക്കെ കഥ പറഞ്ഞു മുന്നോട്ടേക്ക് പോയി. പിന്നെ വഴിയിൽ ഒരുപാട് ഗുരുക്കന്മാരെ കിട്ടി. സത്യത്തിൽ ഗുരുനാഥനില്ലാതെയാണ് തുടങ്ങിയതെങ്കിലും നമ്മുടെ കഥാപ്രസംഗ യാത്രയിൽ കുറേ ഗുരുനാഥന്മാരെ അങ്ങനെ കിട്ടി. ഇവിടെ ഇരിണാവിൽ, ഞാനിവിടെ ഇരിണാവ് UP സ്കൂളിൽ കഥ പറയുമ്പോൾ, ഈ ഇരിണാവ് UP സ്കൂളിൽ ഗോവിന്ദൻ മാഷ്, KM ഗോവിന്ദൻ മാഷ്, അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് ഇപ്പോൾ ഈ സ്കൂളിൽ. ഗോവിന്ദൻ മാഷ് റിട്ടയർ ആകുന്ന വർഷത്തിൽ 1981 തോന്നുന്നു, ഞാൻ വനദേവത കഥാപ്രസംഗം പറഞ്ഞപ്പോൾ മുടിയൊക്കെ നീട്ടി വളർത്തിയൊരു മനുഷ്യൻ കഥാപ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, കഥാപ്രസംഗം നന്നായി, എൻ്റെ പേര് MT കുഞ്ഞിരാമൻ, ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്, കുറേ കൂടി ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അങ്ങനെ അദ്ദേഹം എൻ്റെ കഥാപ്രസംഗ രംഗത്തേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, MT കുഞ്ഞിരാമൻ, ഇരിണാവിലാണ്. ആദ്യം ടൈലറായിരുന്നു, പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി. അദ്ദേഹത്തിൻ്റെ മകൻ MT ഉണ്ണി തെയ്യം കലാകാരനാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ വീട്ടിലൊക്കെ തെയ്യത്തിന് ചെണ്ട കൊട്ടാനൊക്കെ വരുന്ന ആ നീളം വെച്ച അദ്ദേഹവും സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വഴിയിലെ ഒരു മാർഗദർശകനായി. പിന്നെ എൻ്റെ കൂടെ ഹാർമോണിയം വായിക്കാൻ വന്ന AN മാസ്റ്റർ പറശ്ശിനിക്കടവ്, പിന്നെ കണ്ണപുരം ചന്ദ്രൻ മാസ്റ്റർ. AN മാസ്റ്റർ പറശ്ശിനിക്കടവ് അദ്ദേഹം മരിക്കുന്നവരെ ഞങ്ങളുടെ പാട്ടുകാരനായിരുന്നു, നല്ല പാട്ടുകാരനാണ്. പിന്നെ മലയാളം അധ്യാപകനാണ്. അപ്പോഴും മലയാളം എൻ്റെ എഴുത്തിൽ എന്തൊക്കെയൊക്കെ തെറ്റുപറ്റിയാൽ അദ്ദേഹം തിരുത്തും. വാക്കുകളിൽ സാഹിത്യം കുറഞ്ഞാൽ, കഥാപ്രസംഗം, സംഗീതം, കവിത, സാഹിത്യം, അഭിനയം, ഇതിൻ്റെ 3ഉം സമന്വയിപ്പിച്ചതാണ് കഥാപ്രസംഗം. അപ്പോൾ നല്ല സംഗീതം വേണം, നല്ല കവിത, സാഹിത്യമൊക്കെ കഥാപ്രസംഗത്തിന് അനിവാര്യമാണ്. അപ്പോൾ കഥാപ്രസംഗത്തിലെ പാട്ടുകൾക്ക് സാഹിത്യം, കവിത കുറഞ്ഞാൽ അദ്ദേഹം തിരുത്തും. പിന്നെ കണ്ണപുരത്തുള്ള ചന്ദ്രൻ മാഷ്, അദ്ദേഹം മരിച്ചുപോയി, AN മാഷും മരിച്ചുപോയി. അദ്ദേഹം ശാസ്ത്രകലാ പരിഷത്തിൻ്റെയൊക്കെ വളരെ സജീവ പ്രവർത്തകനായിരുന്നു. നാടകത്ത്, അതുപോലെ പാവനാടകത്തിൻ്റെ ഒക്കെ ആളായിരുന്നു. അദ്ദേഹം ഗുരുതുല്യനായിരുന്നു. പിന്നെ കീഴറയുള്ള കൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹം നാടകത്തും സംവിധായകനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരുള്ള അവാർഡാണ് ഈ ലാസ്റ്റ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് മാർഗദർശികളായി വന്നു. എൻ്റെ തെറ്റുകളൊക്കെ അവർ തിരുത്തി എനിക്ക് നല്ല വഴികൾ പറഞ്ഞു തന്നു. ഇവരൊക്കെ വഴിവിളക്കുകളായിരുന്നു ശരിക്കും. കഥാപ്രസംഗം എന്ന കലാരൂപം നമ്മളെ അന്യായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ കലോത്സവ വേദികളിൽ കഥാപ്രസംഗത്തെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അവന്തികയല്ലേ? അവന്തിക വളരെ വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. കലോത്സവ മേഖലയിൽ കഥാപ്രസംഗം ഇപ്പോഴുണ്ട്. UP സ്കൂൾ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അവരുടെ യുവജന കേരളോത്സവങ്ങളിൽ കഥാപ്രസംഗം ഒരു മത്സരം ഇനമാണ്. അത് സ്കൂളിൽ മാത്രമല്ല, കോളേജ് തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും കഥാപ്രസംഗം മത്സര ഇനമാണ്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അതുപോലെ MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കോഴിക്കോട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ കഥാപ്രസംഗത്തിൻ്റെ വിധികർത്താവായി പങ്കെടുക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. അസാധാരണ പ്രതിഭകൾ, അസാധാരണമായ കഴിവുകളുള്ള ഒരുപാട് പ്രതിഭകളെ ഈ കാലയളവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ കഥാപ്രസംഗ രംഗത്ത് അവരുടെ പഠന ജീവിതത്തിന് ശേഷവും കഥ പറയാൻ തയ്യാറായി വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ കഥാപ്രസംഗ കല ഒരിക്കലും അന്യം നിൽക്കുമായിരുന്നില്ല. പക്ഷേ ഇവർക്ക് വരാൻ വേണ്ടി കഴിയില്ല. കാരണം കഥാപ്രസംഗത്തെ വളരെ പ്രസക്തിയുള്ള, ഇന്നും അവന്തിക പറഞ്ഞതുപോലെ വളരെ പ്രസക്തമായ ഒരു കലാരൂപമാണ് കഥാപ്രസംഗം. പക്ഷേ
പുതിയ കാലത്ത് നമ്മുടെ സാംസ്കാരിക സംഘടനകൾ, അത് വായനശാലകളായാലും ഗ്രന്ഥശാലകളായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായാലും പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളായാലും കഥാപ്രസംഗ കലയെ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആശയ സംവേദനക്ഷമത ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ സാധ്യത പരിഗണിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ, അതിനെ വേദികൾ ഒരുക്കി കൊടുക്കുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നതാണ് കഥാപ്രസംഗ കല അന്യം നിന്നു എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഏതാണ്ട് അവന്തിക പറഞ്ഞതുപോലെ പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും കഥ പറയുന്നവരെല്ലാവരും ഒരു 50 വയസ്സിന് മുകളിലുള്ളവരാണ് എന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലാണ് കഥാപ്രസംഗ കലയുള്ളത്. ഇതിന് പ്രതിവിധി എന്നത് നമ്മുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, നമ്മുടെ വായനശാലകൾ, ഗ്രന്ഥശാലകൾ ഒക്കെ ഈ കലയ്ക്ക് അതിന് അവതരിപ്പിക്കുവാനുള്ള വേദികൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും വളരെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ബോധവൽക്കരണത്തിന് ഉപകരിക്കുന്ന ഒരു കലാരൂപം തന്നെയാണ് കഥാപ്രസംഗം. പക്ഷേ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളടക്കം വേടന്മാരുടെ പരിപാടിക്ക് മോശമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വേടന്മാരുടെ തുള്ളാട്ടങ്ങൾക്ക്, കഷ്ണം തുണി പോലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള, അവരെ പരിഹസിക്കുകയല്ല, ഗായികമാരുടെ തുള്ളാട്ടങ്ങൾക്കാണ് നമ്മുടെ ഇടതുപക്ഷ വേദികൾ പോലും ഹാപ്പിനെസ് പോലുള്ള പരിപാടികളൊക്കെ നടത്തി അത്തരം കലാകാരന്മാർക്ക്, സമൂഹത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാകാരന്മാരെയാണ് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം അടക്കം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോഴും മോള് പറഞ്ഞതുപോലെ ഏറ്റവും പ്രസക്തമാണ് ഈ കലാരൂപം. സ്കൂൾ തലത്തിലെ മത്സരവേദികൾ ഒരുപാട് പ്രതിഭകൾ മത്സരിക്കുന്നുണ്ട്. നല്ല കഴിവുള്ളവരാണ്. നല്ല 15 മിനിറ്റ് നേരത്തെ ഏറ്റവും ശക്തമായ കഥകൾ ഈ കുട്ടികൾ പറഞ്ഞ് രോമാഞ്ചം കൊള്ളിച്ചിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ അവർ സ്കൂൾ വിദ്യാഭ്യാസം പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് കഥ പറയുവാൻ വേദികൾ ഒരുക്കി കൊടുക്കുന്നില്ല. കൊടുത്താലേ അവർക്ക് പറയാൻ പറ്റൂ. മയക്കുമരുന്നിനെതിരെ, അതുപോലെ മദ്യത്തിനെതിരെ, അല്ലെങ്കിൽ സ്ത്രീ പീഡനത്തിനെതിരെ, അങ്ങനെ സമൂഹത്തിലെ നാനാവിധ പ്രശ്നങ്ങൾക്കെതിരെ ഏറ്റവും നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്താൻ പറ്റിയ കലാരൂപമാണ് കഥാപ്രസംഗം. അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കഥാപ്രസംഗ കലാകാരൻ ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്? ഇപ്പം ഭാഷ മെച്ചപ്പെടുത്താനായാലും ആത്മവിശ്വാസം ഉണ്ടാക്കാനായാലും അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മേഖലകൾ, ഈ വായന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അവന്തിക പിന്നെയും എന്നെ ഞെട്ടിച്ചു. കാരണം കഥാപ്രസംഗ കലാകാരൻ ഉണ്ടായിരിക്കേണ്ട, കഥാപ്രസംഗ കലാകാരൻ അല്ലെങ്കിൽ കഥാപ്രസംഗ കലാകാരിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങളെയാണ് അവന്തിക ഇപ്പോൾ ചോദിച്ചത്. കഥാപ്രസംഗം മലയാള ഭാഷയുടെ മധുരം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷ എന്ന് നമ്മൾ പറയുന്നു. കഥാപ്രസംഗ കലാകാരന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് ഉച്ചാരണ ശുദ്ധിയാണ്, ഭാഷാശുദ്ധിയാണ്. നമ്മളിപ്പോഴൊരു കഥാപ്രസംഗ മത്സരത്തിന് സ്കൂൾ തലത്തിലായാലും യൂണിവേഴ്സിറ്റി തലത്തിലായാലും കഥാപ്രസംഗ മത്സരത്തിന് വിധി നിർണയത്തിനുള്ള മൂല്യ ഉപാധിയുണ്ടല്ലോ. അതിൽ ആദ്യത്തെ കാര്യം ഉച്ചാരണശുദ്ധി, അതിന് 20 മാർക്ക്. ഭാഷാശുദ്ധി, അതിന് 20 മാർക്ക്. അപ്പോൾ 40 മാർക്ക് ഉച്ചാരണശുദ്ധിക്കും ഭാഷാശുദ്ധിക്കുമാണ്. പിന്നെ 20 മാർക്ക് ആശയത്തിനാണ്, ആശയപ്രകാശനത്തിന്. മറ്റൊരു 20 മാർക്ക് ഭാവപ്രകടനത്തിന്. അഞ്ചാമത്തെ 20 മാർക്ക് സംഗീതവും സാഹിത്യവുമായിട്ടുള്ള ബന്ധം. അങ്ങനെ ആണ് 100 മാർക്ക് മൂല്യ ഉപാധി. അപ്പോൾ കാഥികന് അല്ലെങ്കിൽ കാഥികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം, ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഭാഷാശുദ്ധിയും ഉച്ചാരണശുദ്ധിയുമാണ്. പിന്നെ നമ്മുടെ ഈ 2 മണിക്കൂറൊക്കെയാണ് കഥ പറയുന്നത്. സ്കൂൾ കലോത്സവത്തിൽ 15 മിനിറ്റ് പറയുന്നത് പോലെയല്ല. അപ്പോൾ നിരന്തരമായ വായന ഉണ്ടായിരിക്കണം. വായന അവിഭാജ്യമായ ഘടകമാണ്. നന്നായി വായിക്കുമ്പോഴേ നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റും. ഇനി കഥാപ്രസംഗകനല്ല, നല്ല പ്രസംഗകനാകാനും പ്രസംഗകയാകാനും നല്ല വായനശീലം ഉണ്ടായിരിക്കണം.
പ്രസംഗകർക്കും അല്ലെങ്കിൽ പ്രഭാഷകനും നല്ല ഉച്ചാരണശുദ്ധിയും നല്ല ഭാഷാശുദ്ധിയും ഉണ്ടാകണം. അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങൾ കഥാപ്രസംഗകന് മാത്രമല്ല, പ്രഭാഷകന്, പ്രസംഗകന് ഒക്കെ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് നമ്മൾ പിന്നെ ഈ സഭാകമ്പം ഇല്ലാതെ സംസാരിക്കാനുള്ള കഴിവ്, ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഏറ്റവും പ്രയോജനപ്രദമാണ് ഈ കഥാപ്രസംഗം. നല്ല ഭാഷാശുദ്ധി ഉണ്ടാകും, ആളുകളെ അഭിമുഖീകരിച്ച് സംസാരിക്കാനുള്ള ഒരു സവിശേഷമായ കഴിവ് നമുക്കുണ്ടാകും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. മാഷ് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ കിടുകിട പറക്കുമായിരുന്നു. പിന്നീട് നമ്മൾ ഈ പൊതുരംഗത്ത് ബാലസംഘത്തിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, കഥാപ്രസംഗം പറയാനൊക്കെ തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ഇപ്പോഴും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടാകും. അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. എത്ര കഴിവുള്ള ആളുകളായാലും ഉണ്ടാകും. നമ്മളൊന്നും അത്ര വലിയ കഴിവുള്ള ആളല്ല. എങ്കിലും സഭാകമ്പം ഇല്ലാതെ സംസാരിക്കാനും ഒക്കെ കഥാപ്രസംഗം വലിയ നന്നായിട്ട് പ്രയോജനം ചെയ്യും. അപ്പോൾ നിങ്ങൾ കഥാപ്രസംഗം പഠിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പോൾ കഥാപ്രസംഗത്തെക്കുറിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടിയവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കണം. യൂട്യൂബിൽ സാംബശിവൻ്റെ ഒക്കെ കഥാപ്രസംഗമുണ്ട്, കേൾക്കണം. സാംബശിവൻ്റെ കടാമംഗലത്തിൻ്റെ ഒക്കെ കഥാപ്രസംഗങ്ങളുണ്ട്. സാംബശിവൻ്റെ വിലയ്ക്ക് വാങ്ങാം, 20-ാം നൂറ്റാണ്ട്, അതുപോലെ ഒഥല്ലോ, അനീസ്യ തുടങ്ങിയ കഥ കേട്ടിരിക്കും. നിങ്ങൾ ഓൺലൈൻ ഗെയിം കളിക്കുന്ന സമയത്ത് കേട്ടാൽ മതി. അപ്പോൾ ഫുൾ ടൈം കേൾക്കണമെന്നല്ല, ഒരു 10 മിനിറ്റ് ഒക്കെ കേൾക്കുക. അതിൻ്റെ ഘടന, അവരുടെ അഭിനയിക്കാനുള്ള കഴിവ്, സംഭാഷണം പറയാനുള്ള കഴിവ്, വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് നിമിഷങ്ങൾക്കകം സ്റ്റേജിൽ മാറാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ ഓഡിയോ ആയിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും. കേൾക്കണം, തീർച്ചയായിട്ടും കേൾക്കണം. ഈ കഥാപ്രസംഗൻ എന്ന നിലയിൽ വായന വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. ഈ വായനയുടെ പ്രസക്തി ഇപ്പോഴുള്ള തലമുറയ്ക്ക് അധികം അറിയില്ല. എന്നാൽ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊന്ന് പറയാമോ? നല്ലൊരു ചോദ്യമാണ്. വായനയുടെ പ്രസക്തിയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ വായനശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് വായനക്കളരി. ഈ വായനക്കളരിയിൽ ഒരുപാട് പേർ നിങ്ങളോട് ഇന്നലെ വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന പങ്കൻ അടക്കം വായനയുടെ പ്രസക്തിയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. വായനയുടെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടില്ല. പഴയ രീതിയല്ല, വായനയുടെ ആ ശൈലിയൊക്കെ മാറി. പണ്ട് നമ്മൾ വായനശാലയിൽ പോയിട്ട് പുസ്തകങ്ങൾ അങ്ങോട്ട് പോയി അന്വേഷിച്ച് ഒരു പുസ്തകം, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എടുക്കാൻ വേണ്ടി 10ഉം 15ഉം തവണ പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ പുസ്തകം മറ്റാരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകും. 2ാം തവണ പോകുമ്പോൾ ആ പുസ്തകം വേറൊരാൾ കൊണ്ടുപോയിട്ടുണ്ടാകും. അങ്ങനെ ഒരു പുസ്തകത്തിന് വേണ്ടി 10ഉം 15ഉം തവണ ഒരു വായനശാലയെ ആശ്രയിക്കേണ്ട അവസ്ഥ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നോവലുകൾ വായിക്കാൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കവിതകൾ വായിക്കാനൊക്കെ. പക്ഷേ ഇന്ന് നേരെ മറിച്ചാണ്. വായനശാലയിൽ പുസ്തകം നിങ്ങളെ മാടി വിളിക്കുകയാണ്. വരൂ വരൂ വരൂ, എന്നെ ഒന്ന് തൊടൂ, എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ഒന്ന് വായിക്കൂ. വായനശാലയിലെ ലൈബ്രറിയന്മാർ നിങ്ങളുടെ വീട്ടിലടക്കം വന്നിട്ട് പറയുകയാണ്, ഒരു പുസ്തകം കൊണ്ടുപോ, ഒരു പുസ്തകം കൊണ്ടുപോ. പക്ഷേ നമുക്ക് സമയമില്ല, വായിക്കാൻ താല്പര്യമില്ലായിട്ടല്ല, നമുക്ക് മറ്റ് പല ഇടപാടുകളുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ കഥാപ്രസംഗം അടക്കം, അതുപോലെ വായനയടക്കം ബാധിച്ചത് ഈ നവമാധ്യമങ്ങളാണ്. ഈ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ ഈ സ്മാർട്ട് ഫോണുകളും വ്യാപകമായതോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൻ്റെ തനത് കലകൾക്ക്, കഥാപ്രസംഗത്തിന് മാത്രമല്ല നാടകങ്ങൾക്ക് പോലും വല്ലാത്ത അപചയം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് എത്ര സിനിമാ കൊട്ടകളുണ്ടായി. ഇരുണാവ് ലീന ടാക്കീസ്, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അത് മൃതിയടഞ്ഞതാണ്. കണ്ടിട്ടുണ്ടോ ലീന ടാക്കീസ്? സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പോഴേക്കും ഉണ്ടാവില്ല. ഇരുണാവിൽ ലീന ടാക്കീസ് ഉണ്ടായിരുന്നു, കണ്ണപുരം മണികണ്ഠ ടാക്കീസ്, ഇവിടെ ചിറക്കൽ 2-3 ടാക്കീസ്, വളപട്ടണം വനജ, പാപ്പനശ്ശേരി ബിന്ദു, ഇതൊക്കെ ഇല്ലാതായി. ഇതൊക്കെ ഇല്ലാതായതിന് കാരണം സിനിമയുടെ മോശം കൊണ്ടല്ല, സിനിമ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ വീട്ടിൻ്റെ അകത്തിരുന്നാൽ നമ്മുടെ ചാനലുകളിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണാം, ഇഷ്ടപ്പെട്ട കാഴ്ചകൾ കാണാം. തെയ്യം കാണാൻ ഇപ്പോൾ തെയ്യപ്പറമ്പിൽ പോകണമെന്നില്ല, വീട്ടിലിരുന്നാലും കാണാം.
അപ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ വളർച്ച, നവമാധ്യമങ്ങളുടെ വളർച്ച, സ്മാർട്ട് ഫോണുകളുടെ വളർച്ച, ഇതൊക്കെ നമ്മുടെ വായനയെ ബാധിച്ചിട്ടുണ്ട്. ഈ വായനയെ പഴയതുപോലെ തിരിച്ചു പിടിക്കുവാൻ പറ്റുമെന്ന് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷേ നമുക്ക് വായിക്കാം. ഈ മൊബൈലിൽ ബുക്കുകളുണ്ട്. ബുക്കുകൾ നോക്കി നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ വായിക്കാം. പക്ഷേ പുസ്തകത്തിൻ്റെ ആ പേജ് തൊട്ടിട്ടുള്ള ആ കടലാസിൻ്റെ മണം ആസ്വദിച്ചു കൊണ്ടുള്ള ആ അക്ഷരങ്ങൾ കണ്ണോടിച്ചു കൊണ്ടുള്ള വായനയുടെ സുഖം ഈ മൊബൈൽ ഫോണിലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫോണിലെ വായന നൽകും എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷേ പുസ്തകം വായിക്കാൻ മടിയുള്ളവർ ഈ ഫോണിൽ ബുക്കിൽ വായിക്കുക. എന്തായാലും വായിച്ചിരിക്കണം. വായിക്കുന്നവർക്ക് മാത്രമേ ഇന്നലെ ടീച്ചർ പറഞ്ഞതുപോലെ വളരാൻ വേണ്ടി പറ്റൂ. വായിച്ച് വളരുക. നന്നായി വായിച്ചാൽ മാത്രമേ നല്ല വിളവുള്ള കതിർക്കനമുള്ള ആളായി മാറാൻ വേണ്ടി പറ്റൂ. പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് മാത്രമാണ് എഴുതാൻ പറ്റിയത്. പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് മാത്രമാണ് പറയാൻ പറ്റിയത്. ഇപ്പോൾ ആൽക്കെമിസ്റ്റൊക്കെ അത് വായിച്ച് അതിൻ്റെ രസം കൊണ്ടിട്ടാണ്. വളരെ ഗൗരവപൂർവ്വം വായിക്കേണ്ട ഒരു കൃതിയാണ്. പക്ഷേ വളരെ ലളിതമായിട്ട് കഥാപ്രസംഗമായി അവതരിപ്പിച്ചപ്പോൾ എനിക്ക് നല്ല ഒരു ജനാഭിപ്രായമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റി. അതുപോലെ കിഴവനും കടലും കേരളത്തിലെ ആരും കഥാപ്രസംഗമായി അവതരിപ്പിച്ചതല്ല. ഈ ആൽക്കെമിസ്റ്റും ആരും കഥാപ്രസംഗമായി അവതരിപ്പിച്ചിട്ടില്ല. ഞങ്ങളാണ് കേരളത്തിൽ ആദ്യമായിട്ട് അത് കഥ ആയിട്ട് അവതരിപ്പിച്ചത്. അത് വായിച്ചിട്ട് ആ കൃതിയോട് തോന്നിയ ഒരു ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ കാണാനും സംസാരിക്കാനും അവസരം ഒരുക്കിയ ജ്വാലയുടെ പ്രവർത്തകർക്ക്, ജ്വാല വായനശാല എൻ്റെ ഗ്രന്ഥാലയത്തിൽ അതിൻ്റെ ഊർജ്ജസ്വലരായ പ്രവർത്തകർക്ക്, അവർ വളരെ പെട്ടെന്നാണ് ഇവിടെ ഒരു ക്ലബ്ബുണ്ടാക്കി അത് വായനശാലയാക്കി പരിവർത്തിപ്പിച്ചു. ആ വായനശാലയെ ഗ്രന്ഥാലയമൊക്കെ വളർത്തി. ആ ഗ്രന്ഥാലയത്തിന് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരമൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ദൈനംദിന പ്രവർത്തനത്തെ നിത്യവും പരിപോഷിപ്പിച്ച് നിങ്ങളൊക്കെ കണ്ടെത്തി വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ജ്വാലയ്ക്ക് എൻ്റെ ആത്മാർത്ഥമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. തൻ്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ കുട്ടികളായിട്ട് അഭിമുഖം നടത്താനും നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള കഥാപ്രസംഗത്തെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ നിവാരണം ചെയ്ത് തരാനും വേണ്ടിയിട്ട് എത്തിച്ചേർന്ന എം.ആർ. പയ്യട്ടം എന്ന പ്രശസ്ത കലാകാരന് എൻ്റെ പ്രിയപ്പെട്ട കലയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചതിന് ജ്വാല ബാലവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ആർദ്രമായ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരികൾക്ക് നമസ്കാരം.